നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത് സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വന്നു. അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ റോഷൻ ചേട്ടൻ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിട്ട് വരിക. അതിൻ്റെ ഡ്രൈവിംഗ്, പുതിയ എഞ്ചിൻ വന്നിട്ട് എന്താ മാറ്റങ്ങൾ എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സ്വിഫ്റ്റിൻ്റെ ലൈനപ്പിൽ ഒരു പക്ഷേ ഏറ്റവും ജനപ്രിയമാകാൻ പോകുന്നൊരു മോഡലാണ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് സ്വിഫ്റ്റിൻ്റെ VXi ഓപ്ഷണൽ മോഡലാണ്. നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വാക്ക് അറൗണ്ട് നോക്കാം. നമുക്കിതിൻ്റെ ഫ്രണ്ട് എൻഡ് നോക്കാം. ഇപ്പോഴത്തെ പുതിയ സ്വിഫ്റ്റിൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ക്ലാംഷെൽ ബോണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒന്നും യാതൊരു മാറ്റമില്ല. ഒരു പ്രധാന മാറ്റം താഴോട്ട് വരെ നമുക്ക് ഹെഡ് ലാംപ്സിൽ കാണാൻ പറ്റും. നമുക്കിവിടെ പ്രൊജക്ടർ യൂണിറ്റ് തന്നെയാണ്, പക്ഷേ ഹാലജൻ ഹെഡ് ലാംപ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ബേസ് മോഡലോട്ട് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കിട്ടും കേട്ടോ. പ്രൊജക്ടർ ഹാലജൻ ഹെഡ് ലാംപ്സ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ DRLന് പകരം ഒരു ബൂമറാങ് ഷേപ്പിൽ ക്രോം ലൈനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടോപ്പ് എൻഡിൽ വരുന്ന ഒരു DRLൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ദൂരെ നോക്കുമ്പോൾ DRL ഇല്ല എന്നുള്ളൊരു കുറവ് നമുക്ക് തോന്നില്ല. അടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ DRL അല്ലാതെ ഒരു ക്രോം ലൈനാണ് എന്നുള്ളത്. ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. അത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ മോഡലും കൊടുത്തിട്ടുണ്ട്. താഴോട്ടുള്ള വേരിയന്റിൽ പൊതുവെ ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സ് ഒക്കെ ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുക്കാറ്, അതായത് വെറും പ്ലാസ്റ്റിക് കൊടുക്കാറ്. ഇവിടെ അങ്ങനെ നല്ലൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു അപ്പിയറൻസ് അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കുറവ് അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയാനുള്ള നമുക്ക് ഫോഗ് ലാംപ്സ് ആണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ലാക്സറി ഷോപ്പിൽ പോയ വരെ നിങ്ങൾക്കൊരു സ്വിഫ്റ്റിൻ്റെ ഫോഗ് ലാമ്പ് അവിടെ നിന്ന് വാങ്ങിച്ച് വെക്കാവുന്നേ ഉള്ളൂ. അത്രയും ജനകീയമാണ് സ്വിഫ്റ്റ്. സോ ഇതൊക്കെയാണ് ഫ്രണ്ട് എൻഡിൽ ഉള്ള പ്രധാന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്. ഇനി സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ നമ്മുടെ റിവ്യൂവിൽ എടുത്തു പറഞ്ഞ ഒരു ക്യാരക്ടർ ലൈൻ നമുക്ക് അതുപോലെ തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിലൊന്നും എന്തായാലും വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. നമ്മുടെ ഒരു വേരിയൻ വൈസ് ആണല്ലോ നമ്മളിപ്പോൾ നോക്കുന്നത്. ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ടുള്ള നമുക്കിവിടെ ടയേഴ്സിൻ്റെയും റിംസിൻ്റെയും കാര്യത്തിലാണ്. VXi ഓപ്ഷണൽ മോഡലിൽ നമുക്ക് 14 ഇഞ്ചിൻ്റെ റിംസാണ് കിട്ടുന്നത്. സ്റ്റീൽ റിംസാണ്, അതിന് വീൽ കവേഴ്സാണ് നമുക്കിവിടെ വരുന്നത്. ടയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ 165 സെക്ഷനാണ് വരുന്നത്. ഇതിൻ്റെ മേലോട്ടുള്ള മോഡലോട്ട് നമുക്ക് 185 സെക്ഷൻ്റെ 15 ഇഞ്ച് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ പതുക്കെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ORVM നോക്കിക്കഴിഞ്ഞാൽ ബോഡി കളർ തന്നെയാണ് കിട്ടുന്നത്. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റബിളും ആണ്, ഫോൾഡബിളും ആണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കോട്ട് വരുമ്പോൾ നമ്മുടെ കീലെസ് എൻട്രി ഫംഗ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഈസി ആക്സസ് ആയിട്ടുള്ള ബട്ടൺ നമുക്കിവിടെ കാണുന്നത്. അതിനർത്ഥം നമുക്ക് ഈ ഒരു മോഡലിൽ സ്മാർട്ട് കീ കിട്ടുന്നുണ്ട്. ഈ ഒരു കീ പോക്കറ്റിലുണ്ടായാൽ മതി, ജസ്റ്റ് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കയറാം. അത്രയും ഈസി ആയിട്ടുള്ളൊരു ഫീച്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ തൊട്ട് താഴത്തെ മോഡലിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. അതായത് VXi എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കിട്ടില്ല. ആ ഫീച്ചേഴ്സ് എല്ലാം തന്നെ VXi ഓപ്ഷണൽ മോഡലാട്ടോ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ബാക്കോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു ഡോർ ഹാൻഡിൽ നമ്മുടെ റിവ്യൂവിൽ ഓൾറെഡി പറഞ്ഞ സംഭവമാണ്. നമ്മുടെ പഴയ സ്വിഫ്റ്റിൻ്റെ ഡോർ ഹാൻഡിൽ നമുക്ക് അറിയാമല്ലോ, അത് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് സൈഡിൽ വന്നുള്ള പ്രധാന മാറ്റങ്ങൾ. പിന്നെ എടുത്തു പറയാനുള്ള ഒരു മാറ്റം നമ്മുടെ റൂഫിൻ്റെ ഒരു കളറാണ്. നമ്മുടെ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ മോഡൽ മാത്രമാണ് ലഭിക്കുക. ഇതിൽ നമുക്ക് ബോഡി കളറായിട്ടുള്ള റൂഫ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി റിയറിലോട്ട് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അയ്യോ വലിയ മാറ്റമൊന്നുമില്ലല്ലോ നമുക്ക് തോന്നും. ബിക്കോസ് ടെയിൽ ലാമ്പൊക്കെ ആ ഒരു ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു സെയിം ടെയിൽ ലാമ്പാണ്. ഈ ഒരു ബിറ്റ് നമുക്ക് കംപ്ലീറ്റ് LED ആയിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഇടയിലുള്ള ബിറ്റ്സ് എല്ലാം ഹാലജനായിട്ട് വരുന്നത്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ബാക്കിലൊരു പ്രധാന മിസ്സിംഗ് ആയിട്ടുള്ളൊരു സാധനം റിയർ വൈപ്പറാണ്. പക്ഷേ നമുക്ക് ഡീഫോഗർ കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ കാര്യം തന്നെയാണ്. സേഫ്റ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ബാക്കിൽ വിസിബിലിറ്റി. സോ അതുകൊണ്ട് ഡീഫോഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ മൗണ്ട് ഒരു ടെയിൽ ലാമ്പും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു ആൻറ്റിന നമുക്ക് കിട്ടുന്നത്. ഈവൻ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ആൻറ്റിന തന്നെയാണ് വരുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിന അതുപോലത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ZXi പ്ലസിൽ നമുക്ക് കിട്ടുന്നില്ല. സോ ആ കാര്യത്തിലും അടിപൊളിയാണ് VXi ഓപ്ഷണൽ മോഡൽ. പിന്നെ 4 സെൻസേഴ്സ് വരുന്നുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ച പോലെ നിർബന്ധമായിട്ടും കൊടുക്കണം. പക്ഷേ വേണമെങ്കിൽ 2 മാത്രം കൊടുത്താലും മതിയായിരുന്നു. പക്ഷേ VXi ഓപ്ഷനിൽ നമുക്ക് 4 സെൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയർ ക്യാമറ നമുക്ക് ഇവിടെ ഇല്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആക്സസറി കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഉള്ളിലോട്ട് കയറുന്നതിന് നമുക്ക് ഡോർ പാഡ്സ് എല്ലാം ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു ചെറിയ മോഡലായിട്ടും കൂടി ഇവിടെ നമ്മുടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഒരു ഫാബ്രിക് ആണെങ്കിൽ പോലും നമുക്ക് കുഷനിങ് കൊടുത്തിട്ടുണ്ട്. അത് ആംറസ്റ്റിലും ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ സൈഡിലുള്ള ആ ഒരു ഡോർ പാഡിലാണെങ്കിൽ ശരി, ആ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി പവർ വിൻഡോ സ്വിച്ചസ്, നമ്മുടെ മാരുതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പവർ വിൻഡോ ആ ഒരു കൺട്രോൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ORVMൻ്റെ ഒരു കൺട്രോൾസിൻ്റെ ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ORVM മാനുവലി ഫോൾഡബിൾ ആണ്, ഓട്ടോ ഫോൾഡബിൾ അല്ല. മാനുവലി നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴേക്ക് 4 പവർ വിൻഡോസിൻ്റെ ബട്ടനും ഉണ്ട്. അതിൽ ഡ്രൈവർ സൈഡിൽ 1 ടച്ച് ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിലും കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. 4 അന്തസ്സായിട്ടുള്ള പവർ വിൻഡോ സ്വിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. സെലറിയോലോ മറ്റോ അവർ പവർ വിൻഡോ സ്വിച്ച് നടുക്കോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല. സ്വിഫ്റ്റാണ്, എല്ലാവർക്കും ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഈസി ആയിട്ട് മാരുതി കൊടുത്തിട്ടുണ്ട്. ഈവൻ ഇവിടെ ഡോർ പാഡ് നോക്കിയാലും നമുക്കിവിടെ സോഫ്റ്റ് ടച്ച് അങ്ങനെ മെറ്റീരിയൽസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആവശ്യത്തിനുള്ള കപ്പ് ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ എല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ.
ഇനി സീറ്റ്സിൻ്റെ കേസ് നോക്കിയാൽ നമുക്കിവിടെ ഒരു ഫാബ്രിക് മെറ്റീരിയൽ കിട്ടുന്നത്, പക്ഷേ സ്വിഫ്റ്റിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പേര് കേട്ടുള്ള നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സെയിം സീറ്റ് തന്നെ കേട്ടോ. നമുക്ക് ZXi പ്ലസ് അതായത് ഏറ്റവും മുന്തിയ മോഡലിലും നമുക്ക് ഫാബ്രിക് സീറ്റ്സ് തന്നെ കിട്ടുന്നത്, പക്ഷേ അതിൻ്റെ ഒരു പാറ്റേൺ ചെറിയ മാറ്റം ഉണ്ടാവും. ഇതിലും നമുക്ക് ഫാബ്രിക് സീറ്റ് തന്നെ കിട്ടുന്നത്. സോ ആ കാര്യത്തിലും പരാതിയൊന്നുമില്ല. ഇനി നമുക്ക് ഉള്ളിൽ കയറി ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ നോക്കാം. നമുക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. VXi ഓപ്ഷണൽ മോഡലാണ്. ZXi മോഡൽ ZXi പ്ലസ്സിലുമാണ് നമുക്ക് ആ ഒരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് നമുക്ക് വരുന്നുള്ളൂ. അതിൽ ഈ ഒരു ഭാഗത്ത് ഒരു ട്രിം പീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഫുള്ളി ഒരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു റബ്ബർ ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. സോഫ്റ്റ് ടച്ച് ആണ്, പിന്നെ ആ ഒരു ഫ്ലാറ്റ് ബോട്ടം തന്നെയാണ്. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. ഈ ഒരു ഷേപ്പും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് ബേസ് മോഡിലോട്ട് തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ നമുക്കിതിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. ആ ഒരു ടിൽറ്റ് മാത്രം, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ മേലോട്ടുള്ള മോഡൽസിലാട്ടോ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ മിസ്സിംഗ് ആണ്. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഉണ്ട്. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ടെലിഫോണി ആൻഡ് വോയിസ് അസിസ്റ്റൻ്റുള്ള ബട്ടൺസ് എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല പുതിയ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനും അതിൻ്റെ ടാക്ടൈൽ ഫീലും കാര്യങ്ങളെല്ലാം തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു പരാതി നമുക്കില്ല. ഇനി അടുത്തൊരു ഹൈലൈറ്റ് വരും, നമുക്കിവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നമ്മുടെ ടോപ്പ് ഫുൾ ഓപ്ഷനിൽ കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിൽ തന്നെയാണ് സംഭവം വന്നിട്ടുള്ളത്. ആകെ ഒരു ചേഞ്ച് ഈ ഇടയിൽ കാണിക്കുന്ന ഒരു MID അത് മൾട്ടി കളർഡ് അല്ല എന്നുള്ളത് മാത്രമാണ്. അത് പഴയ സ്വിഫ്റ്റിൻ്റെ മോഡലും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് വലിയൊരു സ്ക്രീൻ, മൾട്ടി കളർഡുള്ള സ്ക്രീൻ കിട്ടുള്ളൂ. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂപ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെയും ടാക്കോമീറ്ററിൻ്റെ നീഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആക്ച്വലി വരുന്നുണ്ട്. രാത്രി സമയത്ത് നമ്മൾ ലൈറ്റ് ഓൺ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ആക്ച്വലി കാണാൻ സാധിക്കും. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാൻ പറ്റും. ഇത് VXi ഓപ്ഷണൽ മോഡലായതുകൊണ്ടാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കിട്ടുന്നത്. നോർമൽ VXi മോഡൽ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോർമൽ കീയും ഇവിടെ ഒരു കീ നമുക്ക് ഇട്ട് തിരിച്ച് സ്റ്റാർട്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓഫാക്കണേ ഓഫാക്കാം. അതുപോലെ ഹെഡ് ലാമ്പിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ESP ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള ഒരു ബട്ടനാണത്. ESP ബേസ് മോഡലോട്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൽ. സോ അതിൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ പുതിയ സ്റ്റൈലിലെ AC വെൻറ്റ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമൊക്കെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. മേലോട്ടുള്ള മോഡൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് മൾട്ടി കളർഡ് ആയിട്ടുള്ള ട്രിം പീസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി സെൻട്രൽ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി പോർഷൻ കവർ ചെയ്തിരിക്കുന്ന ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് 7 ഇഞ്ച് ആണ് ടച്ച് സ്ക്രീൻ കിട്ടുന്നത്. നമുക്ക് VXi തൊട്ടാണ് ഈ ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ നമുക്ക് കിട്ടുന്നത്. LXiയിൽ നമുക്ക് ഇവിടെ കാലിയായിരിക്കും. ZXi പ്ലസ് മോഡലാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആയിരിക്കും കിട്ടുക. അതിൻ്റെ ചുറ്റുള്ള ബെസൽസ് നിങ്ങൾക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലായിരിക്കും വരുന്നത്. ഇതിൽ നമുക്കൊരു നോർമൽ മാറ്റ് ബ്ലാക്ക് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ സ്റ്റൈലിലുള്ള AC വെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പഴയ സ്വിഫ്റ്റിൽ റൗണ്ട് ഷേപ്പിലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി പുതിയൊരു സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. വേറെ ട്രിം പീസസും കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു എന്തൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതൊരു എൻറ്റയർ ഒരു എക്സ്പാൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ലപോലെ സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴോട്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ എനിക്ക് തോന്നിയത്. നിങ്ങൾക്കിത് ദൂരെ നിന്ന് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ അതല്ല, നോർമൽ മാനുവൽ AC തന്നെയാണ്. പക്ഷേ അതിൻ്റെ ബട്ടൺസ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഓക്കെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആണോ എന്നുള്ളത്. നമ്മുടെ ഫുൾ ഓപ്ഷൻ ZXi പ്ലസ് വേരിയൻ്റിലുള്ള ഈ ഒരു ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെമ്പറേച്ചറാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ കാണുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആവുന്നുള്ളൂ. ഇത് മാനുവൽ AC ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എനിക്ക് എത്ര തണുപ്പ് വേണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഫാൻ സ്പീഡ് എത്രയാണെന്നുള്ള എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ മാക്സ് AC എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അത് ആ ഒരു ബട്ടൺ ഞെക്കിയാൽ തന്നെ ഒറ്റയടിക്ക് മാക്സ് കൂളിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെയാണ് സെൻട്രൽ കൺസോൾ ഉള്ളത്. നമുക്കിനി അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു USB ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് USB-A ടൈപ്പാണ്. C ടൈപ്പ് നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു 2 ഓപ്ഷൻ ഏറ്റവും ടോപ്പ് മോഡൽ വരെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ VXi ഓപ്ഷണൽ മോഡലോട്ട് നിങ്ങൾക്ക് സുസുക്കിയുടെ ഒരു സ്മാർട്ട് കണക്ട് ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് VXi ഓപ്ഷണൽ മോഡൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ പറയാൻ വിട്ട മറ്റൊരു കാര്യം, നമുക്കിവിടെ ഒരു ഡേ ആൻഡ് നൈറ്റ് IRVM ആണ്. അത് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. അതും VXi മോഡലോട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് ഈ ഒരു ഡേ നൈറ്റ് IRVM നമുക്ക് സത്യം പറഞ്ഞാൽ ലഭിക്കുന്നില്ല. ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ നമുക്ക് ഈ ഒരു മോഡൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് 4 സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട് കേട്ടോ. അത് VXi തൊട്ട് തന്നെ നമുക്ക് 4 സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പ് മോഡലായ ZXi പ്ലസിലും അതിൻ്റെ താഴെയുള്ള ZXiയിലും നമുക്ക് 4 സ്പീക്കറും 2 ട്വീറ്ററിൻ്റെ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് 4 സ്പീക്കറാണ് നമുക്ക് ലഭിക്കുന്നത്.
ഇനി നമുക്ക് സ്റ്റോറേജ് സ്പേസ് നോക്കാനുള്ളത് ഇത് VXi മോഡലാണ്. നമുക്ക് ഇവിടെ ഒരു ഫോൺ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ZXi പ്ലസ് മോഡലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജറും കിട്ടും. അതിൻ്റെ ബാക്കിലായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ചെറിയ നിക്നാക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഗ്ലൗ ബോക്സ് അത്യാവശ്യം സ്പേഷ്യസ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ചെറിയ എന്തെങ്കിലും കോയിൻസോ അല്ലെങ്കിൽ ടിഷ്യൂ എന്തെങ്കിലും യൂസ് ചെയ്ത ടിഷ്യൂ എല്ലാം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ കളയാനായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ താഴെ വലിയൊരു ബോട്ടിൽ ഹോൾഡർ, അതിൻ്റെ ബാക്കിലായിട്ട് അത്യാവശ്യം മാഗസീനും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസും നമുക്കിവിടെ ആക്ച്വലി ലഭിക്കുന്നുണ്ട്. സോ സ്റ്റോറേജിൻ്റെ കാര്യത്തിലും നമുക്ക് പരാതിയൊന്നും പറയാനില്ല. ഒരു പരാതിയുള്ളത് നമുക്കിവിടെ ആംറസ്റ്റ് ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഫുൾ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് കിട്ടുന്നില്ല. സ്വിഫ്റ്റിനോട് എപ്പോഴും മാരുതി പണ്ടേ ചെയ്യുന്ന ക്രൂരതയാണത്, ഇതിൻ്റെ ഒരു ആംറസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സസറി ഷോപ്പിൽ പോയി നമുക്ക് സിമ്പിളായിട്ട് അത് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബാക്ക് സീറ്റിൽ നമുക്ക് സ്പേസ് ഫ്രണ്ടിൽ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഡ്രൈവർ സീറ്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ പൊതുവെ ഒരുപാട് ബാക്കിലോട്ട് ഇറങ്ങിയിരുന്ന് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിൽ കുറച്ച് സ്പേസ് കുറവാണ്. പക്ഷേ നോർമലി എല്ലാവരും ഇത്രയും ബാക്കിലോട്ട് വരാറില്ല. അങ്ങനെ നോക്കി നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ കിട്ടും. ഈ വേരിയൻറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് മിസ്സിങ് വരുന്നതെന്ന് പറയാനുള്ളത് റിയർ AC വെൻറ്റ്സ് ആണ്. ഇതിൻ്റെ മേലോട്ടുള്ള മോഡലോട്ട് നമുക്കിവിടെ റിയർ AC വെൻറ്റും അതുപോലെ 2 USB ചാർജർ ഓപ്ഷൻ നമുക്ക് ലഭിക്കും. അതെല്ലാം തന്നെ VXi ഓപ്ഷണൽ മോഡൽ നമുക്ക് ലഭിക്കുന്നില്ല. സീറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. സ്വിഫ്റ്റിൻ്റെ സീറ്റ്സ് എപ്പോഴും പേര് കേട്ടിരിക്കുന്നത് അതിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് എൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് ഈ മോഡലില്ല. ടോപ്പ് ഓപ്ഷനിലും നമുക്ക് സത്യം പറഞ്ഞാൽ ലഭിക്കുന്നില്ല. റൂഫ് ലൈനറും കാര്യങ്ങളെല്ലാം വൈറ്റ് തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. പഴയ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി തന്നെ മാരുതി കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു പരാതിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ബാക്ക് സീറ്റിൽ? ഒന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കും കേട്ടോ. സോ അതൊക്കെയായിരുന്നു VXi ഓപ്ഷണൽ മോഡലിൻ്റെ വിശേഷങ്ങൾ. ഇതും VXi തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 4 മാറ്റമുള്ളൂ. അതിലൊന്നാമത്തേത് നമ്മുടെ സുസുക്കി കണക്റ്റ് ആപ്പാണ്. നിങ്ങൾക്ക് റിമോട്ടായിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാനും AC കൂൾ ചെയ്യാനൊക്കെ ഉള്ള ഫീച്ചേഴ്സ്, ആ ഒരു ഫീച്ചർ മിസ്സിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, കീലെസ് എൻട്രി ഉണ്ടാവില്ല, ഫോൾഡബിൾ ആയിരിക്കില്ല ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ. ഇത്രയും ഓപ്ഷൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ VXi എന്താണെന്നുള്ളൊരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇനി LXiയിൽ എന്തൊക്കെയുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്വിഫ്റ്റിൽ വരുന്ന ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. 6 എയർ ബാഗ്, ABS CBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, ESP, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, റിയർ ഡീഫോഗർ, ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ്, 4 പവർ വിൻഡോസ്, ടിൽറ്റ് സ്റ്റിയറിംഗ് വീൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് LXi മോഡലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ VXi ഓപ്ഷണൽ വേരിയൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ സ്വിഫ്റ്റ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഏത് വേരിയൻ്റ് ആയിരിക്കും വാങ്ങിക്കുക? നമ്മൾ താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ബാബു ആൻ്റണി സൈനിങ് ഓഫ്.